ഡൽഹിയിൽ ഇന്ന് AICC യോഗം ചേരാനിരിക്കെ ഇന്ത്യൻ എക്സ്പ്രസ് പത്രം പുറത്തുവിട്ട പോഡ്കാസ്റ്റിനെ തള്ളി ശശി തരൂർ. താൻ പറഞ്ഞത് പത്രം വളച്ചൊടിച്ചെന്ന് തരൂർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. അതേസമയം ഇന്നത്തെ യോഗത്തിന് മുന്നോടിയായി തരൂർ തീർക്കുന്ന പ്രതിരോധമാണ് പുതിയ പ്രതികരണമെന്നാണ് വിലയിരുത്തൽ. AICC യോഗത്തിൽ ഇന്ന് പങ്കെടുക്കാനിരിക്കെയാണ് ശശി തരൂർ ദ ഇന്ത്യൻ എക്സ്പ്രസ് അഭിമുഖത്തെ തള്ളി രംഗത്തെത്തിയത്. താൻ പറയാത്ത കാര്യങ്ങളാണ് മാധ്യമം വാർത്തയാക്കിയതെന്നും അവർ തന്നെ അക്കാര്യം അംഗീകരിച്ചുവെന്നും ശശി തരൂർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. എനിക്ക് വേറെ ഒന്നും പറയാനില്ല, പറയാനുള്ളതല്ല അവർ പറഞ്ഞു കഴിഞ്ഞുവല്ലോ, നിങ്ങൾ നോക്കിക്കോളൂ. അവരെന്നെ ഒരു കലക്ഷൻ ഇറക്കിയിട്ടുണ്ടല്ലോ, ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല എന്ന് അവർ സമ്മതിച്ചു. ഇനി എന്താ പറഞ്ഞ കാര്യം? പക്ഷെ നിങ്ങൾ ഇതൊക്കെ എത്ര വലിയ വിവാദം ഉണ്ടാക്കിയില്ലേ? അല്ല, ഞാൻ പറയാത്ത കാര്യത്തെ കുറിച്ചല്ലേ വിവാദം. അഭിമുഖത്തെ ആധാരമാക്കിയുള്ള വാർത്തകൾ പുറത്തുവന്നതോടെ തരൂരിനെതിരെ കോൺഗ്രസിലും UDF-ലും പടയൊരുക്കം ശക്തമായി. കേരളത്തിലെ വ്യവസായ വികസനത്തെ ചൂണ്ടിക്കാട്ടിയുള്ള ലേഖന വിവാദം കത്തി നിൽക്കുമ്പോഴായിരുന്നു സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിയെത്തുന്നതും മുഖ്യമന്ത്രി പദം ലക്ഷ്യം വെച്ചുമുള്ള തരൂരിന്റെ അഭിപ്രായ പ്രകടനങ്ങൾ പുറത്തുവന്നത്. ഞാൻ ഒരു ശ്രമം നടത്താതെ, കേരളത്തിൽ ഒരു പ്രചരണം ചെയ്യാതെ എന്തോ ഞാൻ മുന്നോട്ട് നിൽക്കുന്നു ആൾക്കാരുടെ മനസ്സിൽ. അതിനെ പാർട്ടിക്ക് ഉപയോഗിക്കാൻ ഒരു താല്പര്യമുണ്ടെങ്കിൽ ഞാനുണ്ടാവും. അവർക്ക് പാർട്ടിക്ക് അത് താല്പര്യമില്ലെങ്കിൽ നമ്മൾ വേഗം നമ്മുടെ പാട് നോക്കാം. എനിക്ക് സമയം എന്താ പറയുക, എനിക്ക് എൻ്റെ സമയം ചെലവാക്കാൻ ഓപ്ഷൻസ് ഇല്ല എന്ന് വിചാരിക്കരുത്. ലേഖന വിവാദത്തിൽ ഇടഞ്ഞു നിന്ന കോൺഗ്രസ് നേതാക്കൾ ഹൈക്കമാൻഡിനോട് കാര്യങ്ങൾ വിശദമാക്കിയതോടെ വിഷയത്തിൽ മുതിർന്ന നേതാക്കളും തരൂരിനോട് അകൽച്ചയിലാണ്. ലേഖന വിവാദത്തിൽ രാഹുൽ ഗാന്ധിയുമായി നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും തരൂർ നിലപാട് തുടർന്നത് AICC നേതാക്കൾക്കിടയിലും അതൃപ്തിയുണ്ടാക്കിയിട്ടുണ്ട്. രാഹുലിനെ കാണുന്നതിന് 10 ദിവസം മുൻപാണ് അഭിമുഖം നൽകിയതെന്ന് തരൂർ വിശദീകരിച്ചെങ്കിലും നേതാക്കൾ അയഞ്ഞ മട്ടില്ല. KPCC-യിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ തനിക്കെതിരെ തിരിഞ്ഞപ്പോഴും അധ്യക്ഷൻ K സുധാകരനും ഘടകകക്ഷി നേതാവ് സാദിഖ് അലി തങ്ങളും നൽകിയ പിന്തുണയാണ് തരൂരിനെ ഇതുവരെ തുണച്ചത്. എന്നാൽ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും ഉപാധികളോടെ ഒഴിയാൻ സുധാകരൻ തയ്യാറായതോടെയാണ് ഇന്ന് നടക്കാനിരിക്കുന്ന യോഗത്തിൽ സംഭവിക്കാവുന്ന അപകടം തരൂർ തിരിച്ചറിഞ്ഞത്. ഇതോടെ അഭിമുഖത്തെ തള്ളിപ്പറഞ്ഞ് തരൂർ തടി തപ്പാൻ അവസാനഘട്ട ശ്രമം നടത്തുകയാണ്. ഇന്നത്തെ യോഗത്തിൽ ലേഖന വിവാദവും പോഡ്കാസ്റ്റ് വിവാദവും ഉൾപ്പെടെ ചർച്ചയായേക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.